നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ നിധിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ നിധി ഇൻ്റർവ്യൂവിനെ കുറിച്ച് സുധീഷിനോട് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, കാര്യ ഞാൻ നിന്നെ ഇൻ്റർവ്യൂവിന് കൊണ്ടാവെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞേ വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഏതൊരു ടാക്സി വിളിച്ചു തന്നാൽ മതി, ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷേ സുധീഷ് സമ്മതിച്ചില്ല. ഒടുവിൽ സുധീഷ് നിധീനെയും കൊണ്ട് ഇൻ്റർവ്യൂവിന് പോവണം. അപ്പോൾ പോകുന്ന സമയത്ത് നിധി പറഞ്ഞു, പക്ഷേ വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. എന്താ? അല്ല, സുധീഷ് എന്നോടൊപ്പം വരേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. പിന്നീട് നിധി പറഞ്ഞു, ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ എനിക്ക് സന്തോഷമാവും, അങ്ങനെയാണ് പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ബുദ്ധിമുട്ടോ? ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് പറഞ്ഞു. അല്ല, എനിക്കറിയാം, ഞാൻ കാരണം നിങ്ങൾ കുറേയധികം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു, സുധീഷ് പറഞ്ഞു, അങ്ങനൊന്നും പറയരുത് നിധി, ഇതൊക്കെ വലുതും ബുദ്ധിമുട്ടാണോ? അപ്പോഴേക്കും നിധി ചോദിച്ചു, അല്ല, ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ എനിക്ക് ജോലി കിട്ടുമായിരിക്കില്ലേ? അതിപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ, പിന്നെ നീയാളും മെഡിക്കല്ലേ, അതുകൊണ്ട് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, എനിക്ക് നല്ല ഭയമുണ്ട്, ഇത്ര നാളെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് ഓർത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം സർട്ടിഫിക്കറ്റൊക്കെ ആയല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എനിക്കൊരു പേടിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയി അറ്റൻഡ് ചെയ്തോ, കാരണം ഉറപ്പായിട്ടും കിട്ടും, എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ നിധിയെ കൊണ്ട് ഒടുവിൽ കമ്പനിയിലേക്ക് ഇങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്താണ് സുധീഷിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. ആ സമയത്ത് സുധീഷ് കോളെടുത്ത് അറ്റൻഡ് ചെയ്യുവാണ്. അപ്പോൾ അതൊരു കസ്റ്റമറായിരുന്നു, ഓട്ടം വിളിച്ചായിരുന്നു സുധീഷിനെ. സുധീഷിന്, അയ്യോ, അത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ അവളെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക, അപ്പം ഇപ്പം വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ആ സമയം നിധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എന്നെ ഇവിടെ ഇറക്കി വിട്ടേരെ, ഞാനൊരു ടാക്സി വിളിച്ച് അങ്ങോട്ടേക്ക് വെക്കണം, നീ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ഇവിടെ ഇറക്കി വിടാനോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു, ഇനിയിപ്പോൾ സുധീഷ് പോയിക്കോ, ഓട്ടോ ഉള്ളതല്ലേ, എനിക്ക് വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ ഓട്ടോ കളഞ്ഞിങ്ങനെ പിന്നാലെ വരുന്നേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, പിന്നെ എനിക്കിതൊരു പ്രശ്നമുള്ള കാര്യമില്ല. അല്ല, ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോന്നോളാം. അല്ല, എത്ര സമയം താമസമുണ്ട് അതൊന്നും അറിയില്ല സുധീഷേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു ടാക്സി വിളിച്ച് തിരികെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. ശരി എന്നൊക്കെ സുധീഷ് പറഞ്ഞു. സുധീഷിന് പോകാൻ പറ്റുമോ? സുധീഷ് എന്ത് ചെയ്തു, അപ്പുറത്ത് മാറി പാർക്കിംഗ് ഏരിയയിൽ പോയി കിടക്കണം. നിധി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വരുന്നതിന് കാലത്ത് അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് നിധി ഇറങ്ങി വരുന്നത്. ആ സമയം എത്രയും സുധീഷ് കാണാതിരുന്നു. അങ്ങനെ നിധി ഓർത്തു സുധീഷ് പോയി കാണുമായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് എന്ത് ചെയ്തു, നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേനാണ് സുധീഷ് വിളിക്കുന്നത്. സുധീഷ് നിധിയെ വിളിച്ച് കഴിയുമ്പോൾ നിധി ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചു നോക്കി. സുധീഷിനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല, സുധീഷ് പോയില്ലായിരുന്നോ എന്ന് ചോദിച്ചു. പോയില്ല. അപ്പം പിന്നെ ഓട്ടോ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എന്താ പോവാത്തേന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് പോകാൻ തോന്നിയില്ല, നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് എങ്ങനെയാണ് ഞാൻ പോകുന്നത്? തനിച്ചോ? ഞാനാ? അല്ല, അത് ഞാൻ. അപ്പോഴേക്ക് നീതി പറഞ്ഞു, ശരി എന്ന് പറഞ്ഞു. അല്ല, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, ആദ്യഘട്ടം കുഴപ്പമില്ലായിരുന്നു, ഇനി ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, ഇത് നമ്മൾ പാസ്സായെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ, അതും കൂടെ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ, ഉറപ്പായിട്ടും കിട്ടും, എനിക്കറിയാം നിധിക്ക് ഈ ജോലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്, നിധിയാളും മെഡിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇതേ സമയം ഭയങ്കര ടെൻഷനായിരുന്നു ഹരീഷിന്. വർക്ക്ഷോപ്പിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ചന്തുവിനോടും ഡിറ്റോടും ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല, എന്തിയാടാ സ്പാനറൊക്കെ ഇവിടെ വെച്ചിരുന്ന സ്പാനറൊക്കെ എന്തെന്ന് ചോദിച്ചു. അതല്ലേ ഹരീഷേട്ട ഫ്രണ്ടിലിരിക്കുന്നത്, ഹരീഷേട്ടൻ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേ ഹരീഷോട്, ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ലോ. ആ സമയത്ത് ചന്തു വന്നിട്ട് പറഞ്ഞു, അതെ, 1-2 വണ്ടിയിൽ നിന്ന് കൊടുക്കാനുണ്ട്, രാവിലെ തന്നെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കൊടുക്കണം, ഇതെന്താ, ഞാൻ എന്താ മനുഷ്യനല്ലേ, വല്ല റോബർട്ട് വേണം, കൊടുക്കണമെങ്കിൽ അത് പണി തീരണ്ടേ, പണി തീരാതെ പിന്നെ കൊടുക്കാൻ പറ്റുമോ? അതിനെന്തിനാ ഹരീഷേട്ട എന്നോട് ദേഷ്യപ്പെടുന്നേ? അതിന് ദേഷ്യപ്പെടാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ദേഷ്യപ്പെട്ടൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞാൽ. ഹരീഷിന് ഒരു മൂടും ഇല്ലായിരുന്നു, ഇന്ന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പണി തീർന്നാലോ കൊടുക്കാൻ പറ്റുള്ളൂ, എനിക്കിന്ന് പണിയണമെന്ന് പോലും ഇല്ലയെന്ന് പറഞ്ഞു. എന്താ ഹരീഷേട്ട, എന്താ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ? നീ ഇതും അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കില്ലേ, അതിൻ്റെ വിഷമമായിരിക്കില്ലേ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാവുന്നത്. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ആര് പറഞ്ഞു നീ ഇത് പറഞ്ഞുകൊണ്ടാന്ന്? അവൾ ഇതിലൂടെയും പോട്ടെ, അവളുടെ കല്യാണം ഒന്നും വെച്ച് ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. വേണ്ട,
വെറുതെ കള്ളത്തരം പറയണ്ട. ഹരീഷേട്ടനെ ഞാൻ ഇന്നലെ ഒന്നും അല്ല കാണുന്നത്, എനിക്കറിയാം അതാണ് പ്രശ്നം എന്നറിയാം. നീതുവിൻ്റെ കല്യാണം വരെ ഹരീഷേട്ടൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് കേട്ടുകഴിഞ്ഞപ്പം ഹരീഷ് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനുമാണ് നീതു അതിലൂടെ പോകുന്നത്. ആ സമയത്ത് ഹരീഷ് പറഞ്ഞു, എടാ നീതു അല്ലേ പോണേ? അതെ. നീ ഒരു കാര്യം ചെയ്യുക, എനിക്കൊരു ഉപകാരം ചെയ്യാമെന്ന് ചോദിച്ചു. എന്ത്? നീ നീതുവിനോട് എന്ന് ചോദിക്കുക, അവളെ ശരിക്കും പെണ്ണ് കാണാൻ വന്നോ, എവിടെന്നാ, എന്താ, ഏതാ, എങ്ങനെയെന്നൊക്കെ അന്വേഷിച്ചിട്ട് വാ. അതിന് തന്നെ ഞാൻ അന്വേഷിക്കുന്നേ. എടാ ഒരു ഉപകാരം ചെയ്യടാ. ഓ ഹരീഷേട്ടനെ ഇപ്പോൾ ഉപകാരം ചെയ്താലും മതി. ഹരീഷേട്ടനല്ലേ പറഞ്ഞത്, അവൾ ആരെ വെള്ളം കെട്ടിപ്പോയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഹരീഷേട്ടൻ ഇങ്ങനെ പറയണേ? അത് പിന്നെ എന്താ, മനസ്സിലായി. ഇപ്പം ഹരീഷേട്ടനോട് ഹരീഷേട്ടന് അവളോട് ഇഷ്ടമുണ്ടല്ലേ, അങ്ങനെ വരട്ടെ, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നതെന്നൊക്കെ പറയണം. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം ഹരീഷ് ഇങ്ങനെ നോക്കി, നിന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒടുവിൽ ഹരീഷ് എന്ത് ചെയ്തു, ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചന്തു ശരി എന്നൊക്കെ പറയണം. ചന്തു പിന്നീട് നീതുവിനെ വിളിച്ചു. നീതു അവിടെ നിന്നു. എന്താ ചന്തു എന്ന് ചോദിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് ചന്തു ചെന്നിട്ട് സത്യം പറ, പെണ്ണ് കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞ് സത്യമായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നീതു പറഞ്ഞു, അതെ, വെറുതെ കള്ളത്തരം പറയണ്ട, അതൊന്നും അല്ല. എന്താണ്, ഹരീഷേട്ടനെ ഉപേക്ഷിച്ചിട്ട് നീതു വേറെ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഹരീഷേട്ടനാണെങ്കിൽ അവിടെ ആകെപ്പാടെ ഗ്ലൂമി ആയിട്ടിരിക്കുക, ജോലി പോലും മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. ഇന്നലെ തൊട്ട് ആകെപ്പാടെ ആള് ടെൻഷനില്ല, എന്നോടും ദേഷ്യത്തില്ല. ഈ സമയത്ത് നീതു പറഞ്ഞാണോ, അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. എന്നോട് എന്താ പറഞ്ഞേ, ഹരീഷേട്ടൻ്റെ ചേട്ടനെ കല്യാണം കഴിച്ചോളാനല്ലേ പറഞ്ഞേ. അപ്പം പിന്നെ ഞാനൊരു പണി കൊടുക്കണ്ടേ? ഓഹോ, അപ്പം പണി കൊടുത്തല്ലേ? അതെ, ഞാനൊരു പണി കൊടുത്താന്ന് പറഞ്ഞു. അല്ലാതെ പിന്നെ ഞാൻ വേറെ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പെണ്ണ് കാണാൻ വരുമെന്നൊക്കെ വെറുതെ പറഞ്ഞ. കുറേ കാലമായി ഞാൻ പിന്നാലെ നടക്കുന്നത്, ഒരു പോസിറ്റീവായിട്ട് ആൻസർ തരുന്നില്ല എന്ന് മാത്രമല്ല, എന്നെ ഒരുമാതിരി തേച്ചൊട്ടിക്കുന്ന പോലൊരു സംസാരം. എത്ര നാളെന്ന് വെച്ചാൽ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ, എല്ലാത്തിൻ്റെ അവസാനം ഉണ്ടാവണമല്ലോ. ഒന്നെങ്കിൽ വേണ്ടാന്ന് വെക്കണം, ഇതുമില്ല, ഇതുമില്ലാത്തൊരവസ്ഥ. അപ്പോഴേക്കും ചന്തോറിഞ്ഞ്, ഇപ്പോഴെനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ ഹരീഷേൻ്റെ അടുത്ത് എന്നിട്ട് പറ, അവളുടെ കല്യാണമാണ്, പെണ്ണ് കാണാൻ വന്നു, എല്ലാം സെറ്റായി, ചെക്കൻ നേവിലാന്ന് പറഞ്ഞാൽ മതി. ഉടനെ തന്നെ കല്യാണം ഉണ്ടാവും, നല്ല അടിപൊളി ചെക്കനാ, ഫോണിനകത്ത് തന്നെ അവൻ്റെ ഫോട്ടോയെ കണ്ടു, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് നീ അങ്ങ് തട്ടി വിട്ടോളാൻ പറഞ്ഞു. ഒടുവിൽ ചന്തു പറഞ്ഞു, ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു നീതു എന്ന് പറഞ്ഞു. അങ്ങനെ ചന്തു ഹരീഷിൻ്റെ അടുത്തേക്ക് വന്നു. ഹരീഷ് എന്ത് പറഞ്ഞിടാ, എൻ്റെ ഹരീഷേട്ടാ, നീതുവിൻ്റെ ഒരു ഭാഗ്യം നോക്കണേ. ഒരുപക്ഷെ ഹരീഷേട്ടനെ കെട്ടിയിരുന്നെങ്കിൽ നീതുവിൻ്റെ ജീവിതം തീർന്നു പോകാനും. അവൾക്ക് നല്ല ആലോചന വന്നിരിക്കുന്നത്, ചെക്കന് കപ്പലില്ല ജോലി, പിന്നെ അതുമാത്രമല്ല, പിന്നെ ചെക്കന് ഇഷ്ടം പോലെ പണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പേടിക്കാനൊന്നുമില്ല, നല്ല സുന്ദരൻ ചെക്കനെ. ഞാനാണെങ്കിൽ ഫോട്ടോ കാണുകയും ചെയ്തു ഫോണിനകത്തെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്തു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും സഹിച്ചില്ല ഹരീഷിന്, ഭയങ്കര വിഷമമായിപ്പോയി. ആഹാ, അങ്ങനെ തന്നെ വേണം, നീതു വേണ്ടിയിട്ട് കുറേ വട്ടം കറക്കിയതില്ലേ, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചന്തു മനസ്സിൽ പറയണം. ഈ സമയത്ത് നിധി സുധീഷും കൂടെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് നിധി ചോദിച്ചു, എനിക്ക് ജോലി കിട്ടുമായിരിക്കുമോ എന്ന് ചോദിച്ചു. അതിപ്പം നമുക്ക് നോക്കാം, നിൻ്റെ കഴിവനുസരിച്ച് കിട്ടുമെന്ന് തന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു, എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ട്രൈ ചെയ്യും. ഒരു കമ്പനി അല്ലല്ലോ ഉള്ളേ, ഇഷ്ടം പോലെ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ജോലി കിട്ടുമെന്ന് പറഞ്ഞു. പിന്നീട് സുധീഷ് പറഞ്ഞു, ഇതിന് മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഒരു ജോലിയൊന്നും അല്ലല്ലോ, ഇഷ്ടംപോലെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു കമ്പനി അല്ല ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് മനസ്സൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഒരു റൊമാൻറ്റിക് പാട്ടം കൂടെ വെക്കുവാണ് സുധീഷ്. അപ്പോഴേക്കും നിധി ആകപ്പെടാൻ അസ്വസ്ഥയായിട്ട് ആ പാട്ടം കൂടെ ഓഫ് ചെയ്തു. ഇതെന്തിനാ ഓഫ് ചെയ്തേ? ഒന്നുമില്ല. എന്താ നിധിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നല്ലോ, നിധിക്ക് റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ഇഷ്ടമില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമൊക്കെ തന്നെയാണ്. അല്ല, നിധി ആരും ലവ് ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചു. അങ്ങനെ ലവ് ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ +2 പഠിക്കണ സമയത്ത് എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു പറഞ്ഞു. ക്രഷാ? അത് ട്യൂഷന് പോകുന്ന സമയത്ത് അവിടെ ഒരു പയ്യനുമായിട്ട് എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങോട്ട് തീർന്നെന്ന് പറഞ്ഞു. പിന്നെ അവനെക്കുറിച്ച് അന്വേഷിച്ചൊന്നുമില്ല. പിന്നെ എന്നിട്ട് വേണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ എന്നെ കളിയാക്കാനായിട്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെ ഒന്നും പോകുന്ന സ്വഭാവമായിരുന്നില്ല എനിക്കെന്ന് പറഞ്ഞു. പിന്നെ എന്നൊക്കെ ഇങ്ങനെ സുധീഷ് പറയണം.
നിധി പറഞ്ഞു, പിന്നെ സുധീഷിന്റെ പറച്ചിൽ കേട്ടുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ പയ്യന്മാരെ ലൈൻ അടിച്ച് നടക്കുമായിരുന്നു തോന്നിയെന്നൊക്കെ പറഞ്ഞു. സുധീഷ് പറഞ്ഞു, അതൊക്കെ ഞാൻ എനിക്ക് എത്ര എണ്ണം ഉണ്ടായിരുന്നു അറിയാവോ? വേണ്ട വേണ്ട നിർത്തിയേരെ, ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ള, ഇത് കേൾക്കാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ട സുധീഷ് പറഞ്ഞു, അല്ല ഞാൻ പറയാം. വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ഇനി എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇനി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല എന്നൊക്കെ സുധീഷ് പറയണം. നീതി പറഞ്ഞ്, ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഇനി എന്താണെങ്കിലും സുധീഷ് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എന്താണെന്നറിയാം. ഞാൻ കുറേ കേട്ടുള്ള 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലെ പ്രേമത്തെക്കുറിച്ചൊക്കെ അല്ലേ, അതൊക്കെ ഇന്നാളും പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. സുധീഷിന് ആകെപ്പാടൊരു ചമ്മൽ തോന്നി. സുധീഷ് പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനൊന്നും പോയില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.